വിധിക്കാൻ ഈ കാലഘട്ടങ്ങളിൽ എളുപ്പമാണ്. പക്ഷേ ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ അത്രമാത്രം ഉള്ളില് ദൈവകൃപ ഒഴുകണം. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ വേശ്യാസ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന ദൈവം, നിങ്ങളെ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. വീണ്ടും മഗ്ദലന മറിയം യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ വിലയേറിയ സുഗന്ധതൈലം കർത്താവിന്റെ ശിരസിലേക്ക് ഒഴിക്കുന്നു. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം, പരിസയ പ്രമാണികളുടെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 21:32 ഈശോ പറയാണ്, നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത് ചുങ്കക്കാരും വേശ്യകളുമാണ്. പാപം ചെയ്തിട്ട് അവള് പുണ്യപ്രവൃത്തി പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിടിച്ചു പറിച്ചിട്ട് പള്ളി പോകുന്നു. ഇതിനൊക്കെ ഒരാളെ വിധിക്കാനായിട്ട് പറ്റും. പക്ഷെ അവൻ അല്ലെങ്കിൽ അവൾ കടന്നു പോകുന്ന മാനസികാവസ്ഥയുണ്ട്, വേദനയുണ്ട്, സങ്കടമുണ്ട്, ഒറ്റപ്പെടലുണ്ട്. ഒറ്റപ്പെടൽ കാണുമെങ്കിൽ അത്രമാത്രം എളിമയുള്ളൊരു വ്യക്തിക്ക് പറ്റുള്ളൂ. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിധിക്കാൻ ഈ കാലഘട്ടങ്ങളിൽ എളുപ്പമാണ്. പക്ഷേ ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ അത്രമാത്രം ഉള്ളില് ദൈവകൃപ ഒഴുകണം. ഈശോയെക്കുറിച്ച് തന്റെ പരസ്യ ജീവിതകാലത്ത് കേൾക്കപ്പെട്ട ഒരു ആരോപണമാണ്, ഭോജനപ്രിയനും മദ്യവനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. ഒരാരോപണമാണ്. പരിസയരും നിയമജനും ഈശോയ്ക്കെതിരായിട്ട് പറഞ്ഞ ആരോപണമാണ്, ഭോജനപ്രിയനും മദ്യവനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തില് യേശു ചുങ്കക്കാരനായ മത്തായിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ പറയുന്നുണ്ട്, ചുങ്കക്കാരനായ മത്തായിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പരിസയരും നിയമജനും പറയുന്നുണ്ട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നു. ഇന്ന് ഭക്ഷണം കഴിക്കുന്നു. രണ്ടാമത്തെ ഈശോയെ കുറിച്ച് പറയുന്നത് ഈ ചുങ്കക്കാരോടും പാപികളോടും മൊത്തം ഭക്ഷണത്തിനിരിക്കുക. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം, പാപിയുടെ വീട്ടില് അവൻ അതിഥിയായിട്ടെത്തുന്നു. ഈശോ പാപിയുടെ വീട്ടില് അതിഥിയായിട്ട് വരുന്നു. അതിനെക്കുറിച്ച് വീണ്ടും എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെ ആ പാപിയുടെ വീട്ടിൽ അതിഥിയായിട്ട് ഈശോ ഭക്ഷണത്തിനിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം, അതായത് സക്കേവൂസിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഭാഗമാണ്. സക്കേവൂസ് ഈശോയെ സ്വീകരിക്കുന്നുണ്ട്, സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ഈശോയെ കുറിച്ച് പറയുന്ന ഒരു ആരോപണമാണ് പാപിയുടെ വീട്ടിൽ അതിഥിയായിട്ടിരിക്കുന്നത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 30-ാമത്തെ തിരുവചനം, കുഷ്ഠരോഗിയായ ശിമിയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആ നാട്ടിലെ പാപിനിയായ സ്ത്രീ വന്ന് ഈശോയുടെ പാദങ്ങൾക്ക് പിന്നിലിരുന്ന് കണ്ണുനീര് കൊണ്ട് പാദം കഴുകുന്നു, തലമുടി കൊണ്ട് തുടയ്ക്കുന്നു, ചുംബിക്കുന്നു. ഇങ്ങനെ ഈശോയെ കുറിച്ച് വീണ്ടും പറയുന്ന ആരോപണമാണ്. ഈ വേശ്യാസ്ത്രീക്ക് അവൾക്ക് ശുശ്രൂഷിക്കാനായിട്ട് തന്റെ കാൽപാദം വിട്ടുകൊടുക്കുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ വേശ്യാസ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന ദൈവം, നിങ്ങളെ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. വീണ്ടും മഗ്ദലന മറിയം യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ വിലയേറിയ സുഗന്ധതൈലം കർത്താവിന്റെ ശിരസിലേക്ക് ഒഴിക്കുന്നു. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം, പരിസയ പ്രമാണികളുടെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 21:32 ഈശോ പറയാണ്, നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത് ചുങ്കക്കാരും വേശ്യകളുമാണ്. ഇനി വചനത്തിലൂടെ ഒക്കെ വെളിപ്പെടുത്തുന്നത് ഈ ചുങ്കക്കാർക്കും വേശ്യകൾക്കും പാപികൾക്കും വേണ്ടി വാദിക്കുന്ന ദൈവം, വാദിക്കുന്ന ഈശോ. ഈ വചനഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈശോയെക്കുറിച്ച് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഒന്നാണ്, നന്നായിട്ട് ഭക്ഷിക്കുന്ന ആളാണ്. പിന്നെ അവന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ചുങ്കക്കാരും വേശ്യകളുമാണ്. അങ്ങനെ പാപിയുടെ കൂട്ടത്തില് പാപിയോട് ചേർന്ന് നിൽക്കുന്ന ദൈവം, ഇത് ദൈവത്തിന് ഈശോയ്ക്കെതിരായിട്ടുള്ള ആരോപണമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും ആത്മശോധന ചെയ്യണം. ആത്മശോധന ചെയ്യുമ്പോൾ കാലഘട്ടത്തിൽ ഒരാളെ വിധിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു വേശ്യ അല്ലെങ്കിൽ ഒരു പരസ്യ പാപി എന്ന് ഒരു വ്യക്തിക്ക് പേര് വീഴാൻ ഒരാളെ കുറിച്ച് ഒരു ആരോപണം സമൂഹത്തിൽ ഉണ്ടായാൽ മതി. ഇന്ന് അങ്ങനെ ആരോപണ ഭാരവുമായിട്ട് ജീവിക്കുന്ന അനേകം പേരുണ്ട്. ഇനി ആരോപണത്തിൽപ്പെട്ട ആളുകളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് ബൈബിളിലെ കഥാപാത്രങ്ങളുടെ ജീവിത അവസ്ഥയൊന്ന് പരിശോധിച്ചാൽ സക്കേവൂസിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അവൻ മറ്റുള്ളവരുടെ പിടിച്ചു പറിക്കുന്നവനാണ്. പക്ഷേ ഒരു പേര് വീണു, ചുങ്കക്കാരുടെയും വേശ്യകളുടെ ഒക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ പിടിച്ചു പറിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പിടിച്ചു പറിച്ച് ജീവിക്കുന്നവൻ. അതുകൊണ്ടാണ് ഈശോ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഗുരു
ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നല്ലോ. അപ്പോൾ ഈ സക്കേവൂസിന് സമൂഹത്തിലെ അറിയപ്പെടുന്ന സക്കേവൂസിന്റെ ഐഡന്റിറ്റി എന്താണ്? അവനൊരു പാപിയാണ്. ഈ ഒരു പാപിയുടെ പരിവേഷവുമായിട്ട് ജീവിക്കുക. ഒരു ഈശോയെ കാണാനായിട്ട് സിക്കമോർ മരത്തിൽ മുൻപേ കയറി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സക്കേവൂസിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പക്ഷേ ഒറ്റപ്പെടലായിരിക്കും. ആർക്കും എന്നെ ഇഷ്ടമില്ല, ആർക്കും, എല്ലാവരും എന്നെ ചുങ്കക്കാരനായിട്ടാണ് കാണുന്നത്, പിടിച്ചു പറിക്കുന്നവനായിട്ടാണ് കാണുന്നത്. സമൂഹ മധ്യത്തില് ഈ ദുഷ്പേര് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്. ഇനി അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളുടെ അവസ്ഥ, എല്ലാവരും കല്ലെറിയാനായിട്ട് നിൽക്കുമ്പോൾ അവള് നിലത്ത് വീണ് കിടക്കുകയാണ്. സമൂഹ മധ്യത്തില് ഒരു വേശ്യാസ്ത്രീ എന്ന് പറഞ്ഞ പേര് അയാളുടെ മുഖത്തേക്ക് നോക്കാനും പോലും പറ്റിയല്ല. എല്ലാവരുടെ മുമ്പിൽ കല്ലെറിയപ്പെടാനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറി. അങ്ങനെ ഒരു സ്ത്രീ ഈശോയുടെ കാൽപാദത്തെങ്കിലും മുമ്പിൽ നീഴുമ്പോൾ ചെയ്ത പാപത്തിന്റെ ആഴത്തെക്കാൾ ഉപരിയായിട്ട് പരിശോധിക്കുക, മനസ്സിലാക്കേണ്ടത് അവൾ അനുഭവിക്കുന്ന മാനസിക വിഷമമുണ്ടല്ലോ. ജീവിതത്തിൽ ഒരു പാപിനിയാണ്. മനുഷ്യരുടെ മുമ്പിൽ പാപി, ദൈവത്തിന്റെ മുമ്പിലും പാപി. ഒരുപക്ഷെ ദൈവം അവളോട് കനിവ് തോന്നാൻ കാരണം അവളുടെ ഒരു അവസ്ഥയുണ്ട്. അവൾ കടന്നു പോകുന്ന അവസ്ഥ, സമൂഹത്തില് എല്ലാവരാലും വെറുക്കപ്പെട്ടവൾ, അല്ലെങ്കിൽ ഈശോയുടെ കാൽപാദങ്ങളുടെ പിന്നിലിരിക്കുന്ന സ്ത്രീയെ കുറിച്ചും ഏത് തരക്കാരി എന്ന് ശിമയോൻ പറയുന്നുണ്ട്. നാട്ടിൽ മുഴുവൻ അവളെക്കുറിച്ചുള്ള ഒരു വിശേഷണമാണ്. ഒരു പാപിനിയാണ്, ഒരു മോശപ്പെട്ടവളാണ്, ഒരു പാപിയാണ്, പരസ്യ പാപിനിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് കരയാൻ എന്തുമാത്രം കണ്ണുനീര് കാണും. അപ്പോൾ അവള് കരയുമ്പോഴത്തേക്കും അവളെ മനുഷ്യര് കണക്കാക്കുന്ന എങ്ങനെയാ? അവള് പാപം ചെയ്തിട്ട് പൊട്ടിക്കരയാണ്, വ്യഭിചാരം ചെയ്തിട്ട് കരയുന്നു. ഇന്ന് നമ്മൾ സമൂഹത്തിൽ അങ്ങനെയാണ്. പാപം ചെയ്തിട്ട് അവള് പുണ്യപ്രവൃത്തി പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിടിച്ചു പറിച്ചിട്ട് പള്ളി പോകുന്നു. ഇങ്ങനെയൊക്കെ ഒരാളെ വിധിക്കാനായിട്ട് പറ്റും. പക്ഷെ അവൻ അല്ലെങ്കിൽ അവൾ കടന്നു പോകുന്ന മാനസികാവസ്ഥയുണ്ട്, വേദനയുണ്ട്, സങ്കടമുണ്ട്, ഒറ്റപ്പെടലുണ്ട്. ഒറ്റപ്പെടൽ കാണണമെങ്കിൽ അത്രമാത്രം എളിമയുള്ളൊരു വ്യക്തിക്ക് പറ്റുള്ളൂ, അത്രമാത്രം കരുണയുള്ള വ്യക്തിക്ക് പറ്റുള്ളൂ, അത്രമാത്രം സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് പറ്റുള്ളൂ. ഈശോ അതാണ്. ഈശോ ചുങ്കക്കാരുടെയും വേശ്യകളുടെയും ഒക്കെ സുഹൃത്തെന്ന് പറയുമ്പോൾ ഈശോയുടെ ഒരു വിശേഷണമാണ് അത്രമാത്രം സ്നേഹമുള്ളവനാണ്, അത്രമാത്രം കരുണയുള്ളവനാണ്, അത്രമാത്രം എളിമയുള്ളവനാണ്. ഈ വചന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത, ഒരു പക്ഷേ സമൂഹത്തിൽ നിനക്കൊരു ദുഷ്പേരുണ്ടായിരിക്കാം, സമൂഹ മധ്യത്തിൽ നീ അവഗണിക്കപ്പെട്ടവനായിരിക്കാം, സമൂഹ മധ്യത്തിൽ നിനക്ക് മനുഷ്യരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത വേദനകളും തിക്താനുഭവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. സമൂഹം നിന്നെ കാണുന്നത് ഒരു കുറ്റവാളിയെ പോലെ ആയിരിക്കാം. പക്ഷെ എല്ലാവരും കാണുന്ന പോലെയല്ല നിന്നെ കാണുന്നത് ഈശോ. എല്ലാവരും നിന്നെ വിധിക്കുന്നത് പോലെയല്ല ഈശോ വിധിക്കുന്നത്. ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, പാപഭാരം വഹിക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ അവസ്ഥയിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ നിന്റെ അവസ്ഥ ഈശോ കാണുന്നുണ്ട്. അതുകൊണ്ട് ഓർത്തോളുക, ഒരുപക്ഷെ ഇന്ന് നിന്റെ കഴിഞ്ഞകാല ജീവിതം നിന്നെ ഇപ്പോഴും മനസ്സിൽ അലട്ടുന്നുണ്ട്. ഞാനൊരു പാപിയാണല്ലോ, അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ കുറ്റക്കാരനാണല്ലോ, എല്ലാവരുടെ മുമ്പിൽ ഒരു അവഹേളന കഥാപാത്രമാണല്ലോ, ഒരു വിലയില്ലാത്തവനാണെന്ന് ചിന്തിക്കുമ്പോഴും എത്ര പാപിയാണെങ്കിലും ദൈവം നിനക്ക് വില തരും. നീ എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും ദൈവം നിന്നെ വിലപ്പെട്ടവനായിട്ട് കാണും. മനുഷ്യര് നൽകുന്ന വിലയല്ല ദൈവം നൽകുന്ന വില. നിനക്ക് നിന്റെ കുടുംബത്തിന് വിലയില്ലായിരിക്കും. ദാവീദിന്റെ ജീവിതം അങ്ങനെയാണ്. യെസയുടെ കുടുംബത്തിൽ ദാവീദത്തിന് വിലയില്ല, കാരണം അവൻ ആടിനെ മേയ്ക്കുന്നവന്. ദൈവത്തിന്റെ മുമ്പിൽ അവന് വിലയുണ്ട്. മോശയ്ക്ക് ആടുകളെ മേയിച്ച് നടക്കുമ്പോൾ വിലയില്ലാത്തവനായിട്ട് ഈജിപ്തിൽ നിന്ന് ഇറക്കിവിട്ടവനാണ്. പക്ഷെ ദൈവത്തിന്റെ മുമ്പ് വിലയുണ്ട്. മഗ്ദലന മറിയത്തിന് സമൂഹത്തിൽ വിലയില്ലാത്തിരിക്കും, പക്ഷെ ദൈവത്തിന്റെ മുമ്പ് വിലയുണ്ട്. നിനക്കും ദൈവം നൽകുന്ന വില എന്ന് പറയുന്നത് മനുഷ്യന് തരുന്ന വിലയല്ല. ദൈവം തരുന്ന വിലയും മനുഷ്യൻ തരുന്ന വിലയും അമ്പേ വ്യത്യാസപ്പെട്ടിരിക്കും. നീ ദൈവത്തിന് മഹത്വം കൊടുത്താൽ മതി. നിന്റെ ഇന്നലകളിലെ കുറവുകളും വീഴ്ചകളും അതോടൊപ്പം പിന്നെ അനുതാപവും മാനസാന്തരവും ഒക്കെ കണ്ട് സ്നേഹിക്കുന്നവനാണ് ഈശോ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് കറയറ്റ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നലകളിലെ പാപജീവിതമല്ല, ഒരു പുതിയ വ്യക്തിയായിട്ട് തീരുമാനം എടുത്ത് നീ ഒരു പുതിയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിന്നെ ബലപ്പെട്ടവനായിട്ട് കാണും. ഈശോയ്ക്ക് മഹത്വം കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് കർത്താവിന് നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഹാലലുയ, ഹാലലുയ, യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും
ഈശോയുടെ തിരുരക്തത്തിന്റെ സംരക്ഷണവും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.